നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 6-ാമത്തെ അധ്യായം. അതിൽ 38-ാമത്തെ ശ്ലോകം 14-ാമത്തെ ഭാഗമായിട്ട് പറയണു. 38, 39 2 ശ്ലോകങ്ങളാണ് ഇനി ബാക്കിയുള്ളത് ഈ അധ്യായം. സൂതൗവാച. ഇത് നാരദ വ്യാസ സംവാദം അല്ലെങ്കിൽ വ്യാസനാരദ സംവാദം. ഇത് നാരദൻ്റെ പൂർവ്വകഥ പറഞ്ഞതിന് ശേഷം വ്യാസനെ ഇനി ഭാഗവതം എഴുതാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അതാണ് സൂതൗവാച. സൂതൻ പറയാണ്, ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്ര്യ വീണാം രണയൻ യയൗ യാദൃശ്ചികോ മുനി. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ് യാദൃശ്ചികം. യദൃച്ഛയ, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട്. നമ്മൾ സാധാരണ യാദൃശ്യം അറിയാണ്ട് ഇങ്ങനെ സംഭവിച്ചു, അത്രയേ ഉള്ളൂ. അതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ, ഭഗവത് ഇച്ഛയാലാണ് ഇത് സംഭവിക്കുക. സൂതൻ പറയാണ് ഭഗവാൻ നാരദ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ എന്താണ്? ശ്രീനാരദൻ. ഈ ശ്രീനാരദൻ ആരാ? ഭഗവാന്റെ അവതാര. അതുകൊണ്ട് ഭഗവാൻ തന്നെയായിട്ടുള്ള ഈ നാരദൻ വാസവീസുതം, വാസവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യവതിയുടെ അച്ഛൻ. അപ്പോൾ സത്യവതിയുടെ ആ ഒരവസ്ഥ അത് ഒരു മത്സ്യകന്യകയായിട്ട് വന്നതാണ്. മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്നത്. ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് ഈ മുക്കുവ രാജാവ് ദാശൻ അദ്ദേഹത്തിനാൽ വളർത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ അത് ദാശകന്യയായിട്ട് മുക്കുവ സ്ത്രീയായിട്ട് അറിയപ്പെട്ടത്. അത് ഒരു വസുവിൻ്റെ ജന്മമാണ്, അല്ലെങ്കിൽ വസുവിൻ്റെ പുത്രിയായിട്ടാണ് വന്നത്. ഉപരിചരൻ എന്നുള്ള ഒരു വസു, ആ ഉപരിചരൻ്റെ പുത്രിയായിട്ട് വരിക. അപ്പോൾ ആ ഉപരിചരൻ എന്നുള്ള വസുവിൻ്റെ പുത്രിയായിട്ട് മത്സ്യ യോനിയിലാണ് വന്നത് ഈ കാളി അവതാര. അത് വളർന്നത് മുക്കുവക്കുടിലിൽ. ആ സത്യവതിയുടെ പുത്രനായിട്ടുള്ള ഈ വ്യാസൻ അപ്പോൾ വാസവീസുതനാണ്. അതുകൊണ്ട് ഈ വ്യാസനായതുകൊണ്ട് കൃഷ്ണദ്വൈപായനിൽ നിന്ന പരാശരൻ്റെ സത്യവതിയിലെ പുത്രനോട് വേദവ്യാസനോട് ഏവം ഭഗവാൻ നാരദൻ ഇങ്ങനെ സംഭാഷണം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഏവം സംഭാഷ്യ, ഇങ്ങനെയുള്ള കഥകളെ മുഴുവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആമന്ത്രിയ, അത് നല്ലോണം മനസ്സിലായി എന്നുള്ളത് ഉറപ്പിച്ചതുകൊണ്ട് ഇനി ഞാൻ പോകട്ടെ എന്നുള്ള നിലയ്ക്ക് യാത്രാനുവാദത്തെ ചോദിച്ചുകൊണ്ട് മന്ത്രണം ചെയ്തുകൊണ്ട് വീണാം രണയൻ, വീണയെ ശബ്ദിപ്പിച്ചുകൊണ്ട്. വീണയെ ശബ്ദിപ്പിക്കാനില്ല, നാമം ജപിച്ചപ്പോൾ വീണ സ്വയമേവ തന്നെ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി, അത്രയേ ഉള്ളൂ. വീണയെ ശബ്ദിപ്പിച്ചുകൊണ്ട് വീണാം രണയൻ, വീണാവാദനം നടത്തിക്കൊണ്ട് യാദൃശ്ചിക മുനി. അപ്പോൾ യാതൊന്നാണോ ഭഗവാൻ ഇച്ഛിച്ചത് അതിനെ പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ ഈ ലോകഹിതത്തെ എത്രത്തോളം ഭഗവത് കഥ പറയുമ്പോൾ പ്രയോജനമുണ്ടാകുമോ അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അതല്ലാണ്ട് തനിക്ക് ഇതിലെന്തെങ്കിലും ലാഭമുണ്ടോ, നാരദന് എന്തെങ്കിലും ലാഭമുണ്ടോ? ഒരു ലാഭമില്ല. നാരദന് ഇതിൽ നിന്ന് യാതൊരു ലാഭമില്ല. പക്ഷേ നാരദനാണ് മുഴുവൻ ലാഭം. എന്താണ്? വ്യാസൻ ഭാഗവതം രചിച്ചത് നാരദൻ പറഞ്ഞു കൊടുത്തിട്ടാണ് എന്ന് നമ്മളെ കൊണ്ട് പറയിച്ചു. ഇത് പറയിക്കാൻ വേണ്ടിയിട്ടല്ല നാരദൻ ഇത് ചെയ്തത്. അതാണ് വ്യത്യാസം. നമ്മൾ ലക്ഷ്യത്തോടു കൂടിയിട്ട് ആചാര്യനായിട്ട് വായന ചെയ്യണു, കുറേ കാശ് വാങ്ങണു, കാശ് കൊണ്ട് പലതും ചെയ്യണു. നമ്മുടെ ലക്ഷ്യം എന്താ? എല്ലാവരും ഭാഗവതന്മാരായിട്ട് വളരട്ടെ, സാത്വിക ഭാവത്തിലേക്ക് എല്ലാവരും എത്തട്ടെ, ആ കുടുംബം എത്തട്ടെ, അടുത്ത തലമുറ എത്തട്ടെ. നമ്മുടെ ഉദ്ദേശം അതാ. അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം കൂടുതലാണ്. അതുകൊണ്ട് അത് എതിരച്ഛയ. അപ്പോൾ നാരദൻ ചെയ്ത കാര്യം എതിരച്ഛയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം അത്ര എതിരച്ഛയല്ല. എതിരച്ഛയാണ് മുഴുവൻ ചെയ്യുന്നത്, അത് വേറെ വിഷയം. ഭഗവാന്റെ ഇച്ഛ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മുടെ ധനലോഭം കൊണ്ട് മോഹാദികളെ കൊണ്ട് വായനയ്ക്ക് പോകണു, കാശ് വാങ്ങണം. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുണ്ടോ? അപ്പോൾ ഭാഗവതം എപ്രകാരത്തിലാണോ നമ്മുടെ ഉള്ളിൽ വരേണ്ടത് അത് അന്യർക്ക് ഹിതമായിട്ട് ഉപകാരമായിട്ട് മാറണം. അതാണ് നാരദൻ ചെയ്തത്. അതുകൊണ്ട് അത് എതിരിച്ഛയാ. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്
നാരദന് പ്രത്യേകമായിട്ടൊരു ഉദ്ദേശം അതിലില്ല, അഡീഷണൽ ആയിട്ട് പ്രയോജനം നാരദനില്ല. അങ്ങനെ നാരദൻ യാത്ര ചെയ്തു എന്നാണ്. യയൗ പോയി. ആ യാത്രയ്ക്കും പ്രത്യേകിച്ച് ലക്ഷ്യമില്ല, അലക്ഷ്യ സഞ്ചാര. ഏവം സംഭാഷ്യ, ഇങ്ങനെ വ്യാസനോട് തൻ്റേതായിട്ടുള്ള പൂർവ്വജന്മങ്ങളെ അതേപോലെ തന്നെ ഒപ്പം ഭഗവത് സ്മരണയെ ഈ ഭഗവാന്റേതായിട്ടുള്ള ഭാഗവതത്തെ മുഴുവൻ പറഞ്ഞിട്ട് ഭഗവാൻ നാരദൻ, ആ ഭഗവാൻ തന്നെ ആയിട്ടുള്ള ഈ നാരദൻ വാസവീസുതം, ഈ സത്യവതിയുടെ പുത്രനായിട്ടുള്ള വ്യാസനോട് ആമന്ത്രിയ നന്നായിട്ട് തന്നെ പറഞ്ഞു. അതിനുശേഷം അനുവാദം ചോദിച്ചു, യാത്രാനുമതി ചോദിച്ചു. വീണാം രണയൻ, വീണ വായിച്ചുകൊണ്ട് യയൗ യാത്രയായി. യാദൃച്ഛികോ മുനി, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ല. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഒരു ചട്ടുകം പോലെ നാരദൻ ഇങ്ങനെ ചെയ്തു. ഇവിടെ നാരദൻ എന്നുള്ളത് നമ്മുടെ ബുദ്ധിയാക്കിയിട്ട് മാറ്റുക, സൂതൻ എന്നുള്ളത് മനസ്സിൻ്റെ തേരാളിയാക്കിയിട്ട് നാം മാറ്റുക. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, സർവം തദിതമാഖ്യാതം യത് പൃഷ്ടഃ അഹം ത്വയാനഘ ജന്മകർമ്മരഹസ്യം മേ ഭവതശ്ച ആത്മതോഷണം. അവിടെ ആത്മതോഷണത്തിനാവണം സർവം. ത്രികരണങ്ങൾ മനസാ വചസാ കർമ്മണ, അത് മുഴുവൻ ഇപ്രകാരത്തിൽ നമ്മളൊന്ന് മാറ്റാം. അപ്പം എങ്ങനെയാണ് വേണ്ടത്? നമ്മൾ ഭാഗവതം വായിക്കുന്നത് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടാം. അപ്പോൾ സംസ്കൃതം വായിക്കുമ്പോൾ കുറച്ച് ഉറപ്പ് കിട്ടും. എന്താ കാരണം? ഭാഗവതത്തിൽ ഭഗവാൻ പ്രത്യക്ഷ കൃഷ്ണ ഏവഹിയാണ്. അത് പോരാ എന്നേ ഞാൻ പറയണതിന് അർത്ഥമുള്ളൂ, അത് പാടില്ല എന്നല്ല. അതും വേണം ഇതും വേണം. എന്താ കാരണം? അതിന് വേറൊരു തലം ഉണ്ട്. മലയാളം വായിക്കുമ്പോഴോ നമുക്ക് അത് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്ര പോരാ, കുറച്ചും കൂടിയും വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ 11 വ്യാഖ്യാനങ്ങളുണ്ട്. എൻ്റെ പുസ്തകം വേറെയുണ്ട്. ഇപ്പോഴും മറ്റ് പലതരത്തിലും എനിക്ക് എടുക്കാനും പറയാനും പ്രേരണ തരണു ഭഗവാൻ. കാരണം എന്താ? ഭഗവാനിലും ഭാഗവതത്തിലും മനസ്സ് എത്തിക്കാൻ സാധിച്ചു, അതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാനിലും ഭാഗവതത്തിലും ഭഗവത് തത്വത്തിലും നമ്മുടെ മനസ്സിനെ നമുക്ക് എത്തിക്കാൻ സാധിച്ചു എങ്കിൽ യാദൃച്ഛികമായി. അപ്പോഴാണ് യാദൃച്ഛികമായത്, അതല്ലെങ്കിൽ അത് യാദൃച്ഛികമല്ല. ഭഗവത് ഇച്ഛയ്ക്കനുസരിച്ചാണെങ്കിൽ നമ്മുടെ ജീവൻ്റെ ശുദ്ധി സംഭവിച്ചിരിക്കും, നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി സംഭവിച്ചിരിക്കും, നമ്മുടെ ദേഹത്തിൻ്റെ സ്വസ്ഥത സംഭവിച്ചിരിക്കും. അത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മളൊരു കൂട്ടാൻ വെച്ചു, നമുക്കും സന്തോഷമായി, ഭർത്താവിനും സന്തോഷമായി, കുടുംബക്കാർക്കും സന്തോഷമായി. അവിടെ എതിർച്ഛ എന്നുള്ള ഭാവം വന്നു. നേരെ മറിച്ച് അതിൽ ഉപ്പില്ല മുളകില്ല എന്ന് കുറ്റം പറഞ്ഞു വെച്ചാൽ അതിൻ്റെ സാരം എന്താ? അത് എതിർച്ചയല്ല, നമുക്ക് എന്തോ ഒരു പിഴവ് വന്നിട്ടുണ്ട്. ഏവം സംഭാഷ്യ ഭഗവാൻ, ഇവിടെ സംഭാഷ്യ, അവിടെ വർത്തമാനം പറയാനുണ്ടായത്. എന്താ പറഞ്ഞത്? നാരദൻ്റെ പൂർവ്വജന്മ പറഞ്ഞത്, നമ്മൾ വെച്ചത് കൂട്ടാനാ. ഇത്രേ വ്യത്യാസമുള്ളൂ. അങ്ങനെ ഭഗവാൻ നാരദ, നമ്മുടെ മനസ്സിലുണ്ട് ഒരു ബുദ്ധി, അത് ഭഗവാനാൽ പ്രേരിതമാണ്, വിശേഷ ബുദ്ധിയാണ്. അത് വാസവീസുതം, വസനാലിതി വാസുദേവ എന്നാണ്. അഷ്ടവസുക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമ്മുടെ ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുള്ളൂ, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഇങ്ങനെ വിഹരിക്കാൻ സാധിക്കുള്ളൂ. അത് ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട്. ഇതിൻ്റെ വ്യാഖ്യാനം ഇതാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഓരോ അക്ഷരത്തിനും ഓരോ സ്വരത്തിനും അർത്ഥമുണ്ട്. നമ്മുടെ ശരീരം ഇവിടെ വന്നിരിക്കുന്നത് പ്രാരബ്ധം തീർക്കാനാണ്. ഈ പ്രാരബ്ധം തീർക്കുന്നതോടൊപ്പം ഭാഗവതം വായിച്ചുകൊണ്ട് ഭഗവാനെ നമ്മുടെ ഉള്ളിലേക്ക് കയറ്റാൻ സാധിച്ചാൽ പ്രാരബ്ധം ഇങ്ങനെ കുറഞ്ഞു 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 വരും. നമ്മൾ ഇപ്പോൾ കടലിനെ താണ്ടിക്കൊണ്ടിരിക്കുകയാണ്, ഭവസാഗരം താണ്ടിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ സ്വയമേവ തന്നെ നീന്തി പോവുകയാണെന്ന് വെച്ചാൽ അതിന് ഒരു കണക്കുണ്ട്, അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല. അത് തോണിയിലാവുമ്പോൾ കുറച്ചും കൂടി വേഗമായി, ബോട്ടിലാവുമ്പോൾ കുറച്ചും കൂടി വേഗമായി, കപ്പലിലായാൽ കുറച്ചും കൂടിയും വേഗമായി. അത് വിമാനത്തിലായാലോ ഈ തടസ്സങ്ങളൊന്നും നമുക്ക് വരില്ല. പിന്നെ നമുക്ക് വിമാനത്തിൽ പോകാൻ ഇപ്പോൾ സാധിക്കില്ല. എന്താ കാരണം? അഭിമാനം കിടക്കുക, ദേഹാഭിമാനം കിടക്കുക. ദേഹാഭിമാനം വിട്ടാലെയാണ് വിമാനത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ.
ഞാൻ എന്നുള്ള ആ അഭിമാനബോധത്തെ ഇല്ലാണ്ടാക്കിയിട്ട് വിമാനത്തിൽ പോവാൻ സാധിച്ചു എങ്കിൽ ഈ കടലിനെ വളരെ വേഗം മറികടക്കാൻ സാധിക്കും. അത് എതിർച്ചയാണ്. അപ്പം അങ്ങനെയുള്ള ഈ വാസവീസുതം ഈ വ്യാസനോട് ഇപ്രകാരത്തിൽ ആമന്ത്ര്യ നന്നായിട്ട് പറഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇതാ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ യാത്രാനുമതി കൊടുത്തു. ആ സമയത്ത് ഞാൻ ഈ വീണയെ വായിച്ചു. ഏത് വീണ? ശബ്ദബ്രഹ്മമാകുന്ന വീണയാണ്. ഭാഗവതമാകുന്ന ഈ ഗ്രന്ഥത്തെ ഞാൻ എന്തു ചെയ്തു? വായിച്ചുകൊണ്ടേയിരുന്നു. ആര് വായിച്ചു? എൻ്റെ ബുദ്ധി. എൻ്റെ ബുദ്ധി മനനം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും കൂട്ടാൻ വയ്ക്കുകയാണ്. ഞാൻ അത് കഴിഞ്ഞാൽ മുറ്റടിക്കുകയാണ്. ഞാൻ കഴിഞ്ഞാൽ പാത്രം മോറുകയാണ്, വസ്ത്രം തിരുമ്പുകയാണ്. ഞാൻ എൻ്റെ പണികൾക്കൊന്നും ഒരു തടസ്സവും ഞാൻ എൻ്റെ പണികൾക്ക് വരുത്തിയിട്ടില്ല, വീഴ്ചയും വരുത്തിയിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ മുഴുവൻ എന്താ? വീണാമരണയൻ, ഭാഗവതമാകുന്ന അതെന്താണോ രാവിലെ വായിച്ചു വെച്ചാൽ അതിനെ മനനം ചെയ്തുകൊണ്ടിരിക്കുക. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് വായിച്ചതുകൊണ്ടാ. അതുകൊണ്ട് ഞാനിങ്ങനെ സഞ്ചരിക്കുക, പ്രവൃത്തികളിൽ ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ പ്രവൃത്തി എന്നെ ബാധിക്കുമോ? അതിൻ്റെ സാത്വികത എനിക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും, അത് ദോഷം വരാതിരിക്കാൻ ഭഗവാൻ കാക്കുകയും ചെയ്യും. ഇങ്ങനെ എതിരച്ഛയാ ആവണം നമ്മുടെ പ്രവൃത്തികൾ മുഴുവൻ. യാദൃച്ഛികോ മുനി, മനനം ചെയ്തുകൊണ്ടിരിക്കണം. ഭാഗവതം വീണാരണയൻ. അപ്പോഴാണ് ഈ അഷ്ടവസുക്കളുടെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ള ഈ ദേഹത്തിൻ്റെ ഉപയോഗം നടക്കുള്ളൂ. വാസവീസുതൻ. നമ്മളവിടേക്ക് എത്തണം. അപ്പോൾ ഗുരു ഏതാ? ഗുരു ഭാഗവതം. അതന്നെയാ ഗുരു. യഥാർത്ഥത്തിലുള്ള ഗുരു ആരാ? ഈശ്വരനാണ്. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ. അത്രയേ ഉള്ളൂ. മമാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മമാത്മാ സർവഭൂതാത്മാ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മന്നാഥ ശ്രീ ജഗന്നാഥ മദ്ഗുരു ശ്രീ ജഗദ്ഗുരു. അങ്ങനെയുള്ള ഭാവത്തിൽ നമുക്ക് എത്താൻ സാധിച്ചാൽ ഭാഗവതം നമ്മുടെ ഗുരുവാണ്. ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്ര വീണാം രണയൻ ജയോ യാദൃച്ഛികോ മുനി. അപ്പോൾ സ്വന്തമായിട്ട് ഈ നാരദന് യാതൊരു ആവശ്യവുമില്ല. ആ സഞ്ചരിക്കുന്നതായിട്ടുള്ള ഈ നാരദൻ സഞ്ചരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് മുജ്ജന്മ കർമാദികളെ വ്യാസനോട് പറയുക എന്നത്. അത് വ്യാസനോട് പറഞ്ഞതിന് ശേഷം ഈ ഭഗവാൻ നാരദൻ യാത്രാനുമതി വാങ്ങിക്കൊണ്ട് വീണ വായിച്ചുകൊണ്ട് അലക്ഷ്യസഞ്ചാരഗതിയെ സ്വീകരിക്കുകയും ചെയ്തു. ഇനി എപ്പോഴാണോ നാരദനെ എവിടെയെങ്കിലും എത്തേണ്ടത് അവിടേക്ക് നാരദൻ എത്തിക്കോളും. ഇനി സൂതൻ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാണ്. അഹോ ദേവർഷിർധന്യോയം യത് കീർത്തിയും ശാർംഗധന്വന ഗായൻ മാദ്യന്നിതം തന്ത്ര്യ രമയത്യാതുരം ജഗത്. അതാണ് വേണ്ടത്. അഹോ ദേവർഷി ധന്യ. അഹോ അത്ഭുതമാണ്. ഈ ദേവർഷി എത്ര ധന്യനാ. സൂതൻ പറയാ. അയം യൽ കീർത്തിയും ശാർംഗധന്വന. അദ്ദേഹം എന്താ ചെയ്തത്? ശാർംഗധന്വനായിട്ടുള്ള ഇത് ശാർംഗം എന്ന് പറഞ്ഞാൽ ഓങ്കാരമാകുന്ന വില്ലാണ്. ശാർംഗം എന്നുള്ളത് ഭഗവാന്റെ വില്ലിൻ്റെ പേരാ, ധനുസിൻ്റെ പേരാ. കോദണ്ഡം അത് ശ്രീരാമൻ്റെ വില്ലിൻ്റെ പേരാ ശാർംഗം. അങ്ങനെ ശാർംഗം ധരിച്ചതായിട്ടുള്ള ഭഗവാന്റെ ഈ കീർത്തിയെ ഗായൻ എത്രത്തോളം പാടി അത് പറയാൻ പറ്റില്ല. അത്രത്തോളം മാദ്യൻ മതിക്കുന്ന രീതിയിൽ. ഏത് മതം? അഹങ്കാരമതല്ല. ഞാനിപ്പോഴാ ഭഗവാന്റെ കഥയിൽ ലീനനാണ്. എൻ്റെ ശരീരവും മനസ്സും ലീനമാണ്. ശരീരബോധത്തെ വിട്ടു. ഇപ്പം മനസ്സ് ജീവനോട് കൂടിയിട്ട് ഈ കഥകളിൽ രമിക്കുക. മാദ്യൻ അങ്ങനെ ഒരു പ്രത്യേക മതം ഉണ്ടാവുക. അങ്ങനെ മാദ്യൻ ഇതം തന്ത്രിയ. ഇനി വീണയിലുള്ള ആ തന്ത്രി ഉണ്ടല്ലോ, അതിൽ ഈ പാട്ട് പാടുന്നതിനനുസരിച്ച് ഹരികഥ പാടുന്നതിനനുസരിച്ച് അതിൻ്റെ താളവാദ്യ ലയത്തോട് കൂടിയിട്ട് രമയതി സ്വയമേവ സന്തോഷിക്കുന്നു. ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാൻ സന്തോഷിക്കുമ്പോൾ എന്നെ നിരീക്ഷിക്കുന്നവർ സന്തോഷിക്കും. ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ ചെയ്യല്ല, ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ ചെയ്യുക. അപ്പോൾ അത് നിരീക്ഷിക്കുന്നവരെ സന്തോഷിപ്പിക്കും. നാരദൻ വീണ വായിക്കണു, ഹരികഥ പറയണു, നാരദന് സന്തോഷാവാൻ, ഭഗവാന് സന്തോഷാവാൻ.
എനിക്കും ഭഗവാന് സന്തോഷമാവണ കാര്യം ലോകത്തിന് സന്തോഷമാവും. അത് ആതുരം ആയിട്ടുള്ള എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ അതിനെ മുഴുവൻ തീർക്കും. എൻ്റെ ദുഃഖത്തെ തീർക്കും, ജഗത്തിൻ്റെ ഇല്ല ഓരോരുത്തരുടെയും ദുഃഖം തീർക്കും, ജഗത്തിൻ്റെ ദുഃഖം തീർക്കും. അയം ദേവർഷിഹി, ഇതേ നാരദൻ ധന്യൻ തന്നെയാ, യാതൊരു സംശയമില്ല. അഹോ ഭാഗ്യം, എന്തൊരു ഭാഗ്യം. യത് ശാർംഗധന്വനഃ, യാതൊന്നാണോ ഈ മഹാവിഷ്ണുവിൻ്റെ കീർത്തിം തന്ത്ര്യ, ഈ വീണ കൊണ്ട് ഗായൻ, വീണയോട് കൂടിയിട്ട് ഗായൻ, അപ്പോൾ പാടുന്നു, ഈ സ്വരവാദം ചെയ്യുന്നു. മാദ്യൻ, അപ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ സന്തോഷം ആതുരം, ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും, ഈ ലോകത്തിലെ മുഴുവൻ ഓരോരുത്തരെയും രമിപ്പിക്കുന്നു. അയം ദേവർഷിഹി ധന്യ, അഹോ ഭാഗ്യം. യത് ശാർംഗധന്വനഃ കീർത്തിം തന്ത്ര്യ ഗായൻ മാദ്യൻ, മാത്രമല്ല ആതുരം ഇതം ജഗത്ത് രമയതി. അപ്പോൾ അഹോ ദേവർഷിഹി ധന്യ, ഈ എന്തൊരു അത്ഭുത, ദേവർഷി കുറച്ച് ധന്യം തന്നെയാണ്. എന്താ കാരണം? അയം ഏത് കീർത്തി, ഈ പാടുന്നത് എന്തൊക്കെയാ? ഭഗവാന്റെ കീർത്തിയാ, ശാർംഗധനനായിട്ടുള്ള ഭഗവാന്റെ കീർത്തിയാ. ഗായൻ, അത് പാടിക്കൊണ്ടിരിക്കുക. മാദ്യൻ, മാത്രമല്ല അതിലങ്ങോട്ട് മതിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ലോകം വിട്ടു, അതിലാണ് ലയിക്കുന്നത്. ഏതില്? ഭഗവാന്റെ കഥ പാടുന്നതിലും ഈ വീണ വായിച്ചു കൊണ്ടിരിക്കുന്നതിലും. എൻ്റെ ദുഃഖം വിട്ടു, ഭഗവാന്റെ പ്രീതിയെ കിട്ടി. മാദ്യൻ ഇതം തന്ത്രിയ, ആ വീണയിലിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. രമയതി, സ്വയമേവ രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആതുരം ജഗത്ത്, ഈ ജഗത്തിൻ്റെ ആതുരം മുഴുവൻ തീർത്തു കൊടുക്കുന്നു. ലക്ഷ്യം അതല്ല, ഭഗവാന്റെ പ്രീതിയാണ്. ഒപ്പം എനിക്ക് സന്തോഷം കിട്ടുക. ഭഗവാന് സന്തോഷിച്ചു, ഞാനും സന്തോഷിച്ചു വെച്ചാൽ പിന്നെ ജഗത്തിന് സന്തോഷിക്കാതിരിക്കാൻ പറ്റുമോ? ജഗത്ത് സന്തോഷിച്ചു, അപ്പോൾ ജഗത്തിൻ്റെ ദുഃഖം തീർന്നു. അഹോ ദേവർഷിർധന്യോയം, സൂതം പറയാ ശൗനകാദി മഹർഷിമാരോടെ. അയം യത് കീർത്തിം ശാർംഗധന്വനഃ ഗായൻ മാദ്യൻ ഇതം തന്ത്ര്യാരമയതി. ആതുരം ജഗത്ത്, ജഗത്തിൻ്റെ ആതുരത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്നു. എന്തൊരു ഭാഗ്യമായി നാരദ മഹർഷിയുടെ. നമുക്കും അതുപോലെ പറ്റുമോ? സൂതൻ അതാ ചെയ്തുകൊണ്ടിരിക്കണതേ. സൂതൻ ശൗനകാദി മഹർഷിമാരെ ഈ ഭാഗവത കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ത്രസിപ്പിക്കുകയാണ്. അവരുടെ കർമ്മഠത്വം മുഴുവനെ ഇല്ലാണ്ടാവുകയാണ്. ഇത് സൂതനും മനസ്സിലാവുന്നുണ്ട്, ശൗനകാദി മഹർഷിമാർക്കും മനസ്സിലാവുന്നുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവിടെ അനവധി ആൾക്കാരുണ്ട്. ദേവന്മാരുണ്ട്, ദേവിമാരുണ്ട്, ഗ്രന്ഥങ്ങളുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട് അതേപോലെ തന്നെ. അപ്പം നമ്മളും ഇത് കേൾക്കുമ്പോൾ നമുക്കും ഈ സന്തോഷം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവണം, ഭഗവാന്റെ പ്രീതി കിട്ടണം, അതിന് നമുക്ക് അർത്ഥം മനസ്സിലാവണം. അത് ബാക്കിയുള്ളവർക്ക് കുറേശ്ശെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റണം. നമ്മളും അതിനെ മനനം ചെയ്യണം. ഇങ്ങനെയൊക്കെ ആയാൽ നമ്മളും ഭാഗവതന്മാരായി. ഭഗവത് പരിചര്യ ചെയ്യാൻ ഉൾപ്രേരണ, ലോകഹിതത്തിനായിട്ട്, എല്ലാവരിലും ഈശ്വരനുണ്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഒരു താതാത്മ്യഭാവം. അവകാശബോധമുണ്ട്, അർപ്പണബോധമില്ല, അങ്ങനെയായിട്ട് കാര്യമില്ല. അവകാശബോധം ഇല്ലെങ്കിലും വിരോധമില്ല, അർപ്പണബോധം ഉണ്ടായാൽ മതി. അപ്പോൾ അവകാശം നമുക്ക് തന്നെ വന്നു ചേർന്നോളും. എപ്രകാരത്തിലാണോ നാരദൻ ലോകത്തിനെ ഇങ്ങനെ ആതുരതയിൽ നിന്ന് രക്ഷിച്ചത്, അതേപോലെ ഇനി വ്യാസൻ രക്ഷിക്കാൻ പോവുകയാണ് ഭാഗവത് എഴുതിയിട്ട്. സൂത ഉവാച ഏവം സംഭാഷ്യ ഭഗവാൻ നാരദോ വാസവീസുതം ആമന്ത്ര്യ വീണാം രണയൻ യയോ യാദൃച്ഛികോ മുനി. അഹോ ദേവർഷിർധന്യോയം യൽ കീർത്തിം ശാർംഗധന്വന ഗായൻ മാദ്യന്നിതം തന്ത്ര്യ രമയത്യാതുരം ജഗൽ. 39ാമത്തെ ശ്ലോകം കഴിഞ്ഞു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ വ്യാസനാരദ സംവാദേ ഷഷ്ഠോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇപ്പോൾ 38, 39 2 ശ്ലോകം പ്രഥമസ്കന്ധത്തിൽ 6ാമത്തെ അധ്യായത്തിൽ, അത് 14ാമത്തെ ഭാഗമായിട്ട് ഇപ്പോൾ വായിച്ചു. നാരായണ നാരായണ നാരായണ. ഇനി 7ാമത്തെ അധ്യായം തൊട്ട് നാരദൻ ഭാഗവതം പറയുന്നതാണ്. നമുക്ക് അടുത്തേക്ക് കേൾക്കാം. നാരായണ.